ടിക്കറ്റ് വരുമാനത്തിൽ സംസ്ഥാനത്ത് KSRTC സർവകാല റെക്കോർഡിട്ടപ്പോൾ ആ നേട്ടത്തിനൊപ്പം ഇടുക്കിയും ഇന്നലെയും മിനിഞ്ഞാന്നുമായി 1/2 കോടിയിലധികം രൂപയുടെ നേട്ടമാണ് ജില്ലയിലെ KSRTC ഡിപ്പോകളിൽ ഉണ്ടായത്. തൊടുപുഴ, കുമളി, കട്ടപ്പന, നെടുങ്കണ്ടം, മൂന്നാർ ഡിപ്പോകളിൽ നിന്നാണ് ഇത്രയും വരുമാനം 2 ദിവസം കൊണ്ട് നേടിയത്. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നല്ല വരുമാനം KSRTCക്കുണ്ട്. 5-ാം തീയതി മാത്രം വരുമാന ഇനത്തിൽ 1/2 കോടിയോളം രൂപ നേടിയാണ് വിവിധ ഡിപ്പോകൾ ഈ നേട്ടത്തിൽ പങ്കാളികളായത്. 45.39 ലക്ഷം രൂപ നേടിയായിരുന്നു ഈ റെക്കോർഡ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി 1/2 കോടിയിലധികം രൂപയുടെ വരുമാനമാണ് നേടുവാനായത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കുമളിയാണ്. 2ാം സ്ഥാനത്ത് തൊടുപുഴ ഡിപ്പോയും. തൊടുപുഴ, കുമളി, കട്ടപ്പന, നെടുങ്കണ്ടം, മൂന്നാർ ഡിപ്പോകളിൽ നിന്നാണ് ഇത്രയും വരുമാനം ദിവസങ്ങൾക്കുള്ളിൽ നേടിയത്. 172 ഷെഡ്യൂളുകളിൽ നിന്നായാണ് ഈ വരുമാനം. കട്ടപ്പന 31, നെടുങ്കണ്ടം 13, തൊടുപുഴ 52, കുമളി 43, മൂന്നാർ 33 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരുന്നത്. 13.01 കോടിയാണ് സംസ്ഥാന തലത്തിൽ ഒറ്റ ദിവസത്തെ ടിക്കറ്റേതര വരുമാനം. ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡുമായി KSRTC കുതിക്കുകയാണ്. കഴിഞ്ഞ 5-ന് ടിക്കറ്റ് വിൽപ്പനയിലൂടെ 12.18 കോടി രൂപയാണ് ലഭിച്ചത്. ടിക്കറ്റ് ഇതര വരുമാനത്തിലൂടെ 83 ലക്ഷവും ലഭിച്ചു. ആകെ 13.01 കോടിയാണ് വരുമാനം. മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറാകുമെന്ന വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ വരുമാനം ഇനിയും കുതിച്ചുയരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.